എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കല്യാണ പാർട്ടികളിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ രുചിയിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കല്യാണ പാർട്ടികളിൽ പോയി കഴിക്കുന്ന അതേ രുചിയിൽ ഇത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അരമണിക്കൂർ ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഉപ്പ് നമ്മൾ നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ചേർത്തപ്പോൾ ചേർത്താണ്. ഇതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്കൊരു പാനിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കാം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാടൊന്ന് കുക്കാക്കി ഡ്രൈ ആക്കി വറക്കണ്ട, ഒരു 1/4 വേവ് ആവുന്ന വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ പീസുകൾ ഈ പാനിലിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടിടുക. അപ്പോൾ നന്നായിട്ട് ഇത് വറുത്ത് കിട്ടും. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഒത്തിരി കുത്തി നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പം ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മീഡിയം സൈസിലുള്ള സവാളയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനവിടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചേർക്കാനായിട്ട് മറന്നുപോയി. അത് ഞാൻ പിന്നീട് വഴറ്റിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് വഴറ്റി എടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ ഗസ്റ്റ് വന്നപ്പോൾ വീട്ടിലുണ്ടാക്കിയൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റ് ലഞ്ച് മെനു നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു കംപ്ലീറ്റ് ലഞ്ച് മെനു ആയിരിക്കും, അപ്പോൾ അത് മറക്കാതെ കാണുക. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചിക്കനിൽ നിന്ന് ഇറങ്ങി വരാൻ സാധ്യതയില്ല, കാരണം നമ്മളിത് വറുത്തിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറു തീയിലിട്ട് ഇത് അടച്ച് ബാക്കി വേവും കൂടെ വേവിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ഒന്നിട്ട് വഴറ്റിയെടുക്കുകയാണ്. ചിക്കൻ അപ്പുറത്തെ അടുപ്പിൽ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മറന്നുപോയി. ഇത് പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിടുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഓർഡറിൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതും കൂടി ചേർക്കാം. പേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒക്കെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും നമുക്ക് വേവിക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം, പക്ഷേ കുരുമുളക് പൊടി ചേർക്കാതെ തന്നെ ഇത് നല്ല എരിവൊക്കെ വന്നിട്ടുണ്ട്. കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ല ഫ്രൈ ചെയ്ത് നമ്മൾ ചിക്കൻ ഇത് കറി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് ഇത് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കന് കുറച്ചധികം വേവ് കൂടുതലുള്ള ചിക്കനാണ്, അപ്പോൾ കുറച്ചധികം സമയം എടുത്തു ഇത് വേവാനായിട്ട്. അരമണിക്കൂറിന് മേലെ എടുത്തിട്ടാണ് ഇത് നന്നായിട്ടിത് വേവിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ
അപ്പം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കല്യാണ പാർട്ടികളിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മളൊരു ഗിവ് അവേ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്